ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. ഇന്ന് പറയുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ പാല നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പാല നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. മാണി സി കാപ്പനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ഷോൺ ജോർജാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 2000-നും 3000-നും ഇടയിൽ വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ മാണി സി കാപ്പൻ വിജയിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ നിയോജക മണ്ഡലമായ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിർമ്മല ജിമ്മിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. മോൻസ് ജോസഫ് UDFിൻ്റെ സ്ഥാനാർത്ഥിയും സുരേഷ് ഇത്തിക്കുന്നേൽ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫ് ഏകദേശം 10,000-15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ നിയോജക മണ്ഡലമായ വൈക്കം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. P പ്രദീപാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബിനിമോനാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അജിത്താണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവിടെ P പ്രദീപ് ഏകദേശം 10,000-15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി വൈക്കത്ത് P പ്രദീപ് തന്നെ വിജയിക്കും. P പ്രദീപ് LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ VN വാസവനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. നാട്ടകം സുരേഷാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ആതിര D നായരാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 5,000-നും 10,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിന് VN വാസവൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോട്ടയം ജില്ലയിലെ കോട്ടയം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കോട്ടയം നിയോജക മണ്ഡലത്തിൽ അനിൽകുമാറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. P അനിൽകുമാർ ആണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 10,000-15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ KM രാധാകൃഷ്ണനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ചാണ്ടി ഉമ്മനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. രവീന്ദ്രനാഥ് ഭാഗത്താനമാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 20,000-നും 25,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ചങ്ങനാശ്ശേരി മണ്ഡലമാണ്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ജോബ് മൈക്കിളാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. വിനു ജോബാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. B രാധാകൃഷ്ണ മേനോനാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ജോബ് മൈക്കിൾ ഏകദേശം 3,000-നും 5,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ N ജയരാജനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. റോണി K ബേബിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ജോർജ് കുര്യനാണ് BJPയുടെ സ്ഥാനാർത്ഥി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 4,000-നും 7,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ N ജയരാജൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം പൂഞ്ഞാർ മണ്ഡലമാണ്. പൂഞ്ഞാർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സെബാസ്റ്റ്യൻ കൊളത്തിങ്ങൽ മത്സരിക്കുന്നു.
സെബാസ്റ്റ്യൻ MJ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. PC ജോർജാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ പൂഞ്ഞാർ മണ്ഡലത്തിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ 3000-നും 5000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോഴത്തെ ടാലി നോക്കുമ്പോൾ ഏകദേശം 48 വോട്ടിൻ്റെ ലീഡ് LDFിനും 49 വോട്ടിൻ്റെ ലീഡ് UDFിനും ലഭിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ UDF ആണിപ്പോൾ ഒരു സീറ്റിന് മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെ 44 വോട്ടിൻ്റെ ലീഡ്, 49 വോട്ടിൻ്റെ ലീഡ്, അതായത് 44 മുമ്പ്. അതിൽ 5 സീറ്റ് LDFിന് കൂടി 49 വോട്ടിൻ്റെ ലീഡ് LDFിനും. 47 UDFിനുണ്ടായിരുന്നത്. 43 UDFിനുണ്ടായിരുന്നത്. 43-ൽ നിന്നും 4 സീറ്റ് ഇപ്പോൾ UDFിന് കൂടി. അങ്ങനെ 47 വോട്ടിൻ്റെ ലീഡ്. മൊത്തം 49 വോട്ടിൻ്റെ ലീഡ്, 49 സീറ്റിൻ്റെ ലീഡ് LDFിനും 47 സീറ്റിൻ്റെ ലീഡ് UDFിനും. 2 സീറ്റിൻ്റെ ലീഡിന് ഇപ്പോൾ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അടുത്ത മണ്ഡലം വയനാട് നിയോജക മണ്ഡലമാണ്. വയനാട് നിയോജക മണ്ഡലത്തിൻ്റെ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.